പൈസ എങ്ങനെയായാലും ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ പോയല്ലേ, പിന്നെന്ത് പടം നല്ല പടമാണ്. അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് നല്ല മൂവി ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് കുറച്ച് സ്ലോ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ, ബാക്കിയെല്ലാം നൈസായിരുന്നു. അവസാനം ക്ലൈമാക്സ് ആയപ്പോഴത്തേക്കും എല്ലാം ആക്ടിങ് നന്നായിരുന്നു. മെസ്സേജ് ഒന്നും കൊടുക്കുന്നില്ല. എടുത്ത് വരത്തേക്ക് എനിക്കൊന്നും തോന്നിയില്ല, നല്ല മൂവി ആയിരുന്നു, അത്രേ ഉള്ളൂ. പ്രതീക്ഷയോടെ, പക്ഷേ എക്സ്പെക്റ്റേഷൻസിന് അത്ര ലിവ് അപ്പ് ചെയ്തില്ല. കുഴപ്പമില്ലായിരുന്നു. ലൈക്ക് ഡബിങ് കുറച്ച് ബെറ്റർ ആക്കായിരുന്നു. ബട്ട് അതർവൈസ് വൺ ടൈം വാച്ച്. തമിഴാണ് കണ്ടത്. ഡബിങ്ങിൽ കുറച്ച് പ്രശ്നമായിട്ട് തോന്നി. ബട്ട് അതിൽ നിന്ന് കുഴപ്പമില്ലായിരുന്നു. വിജയ് സേതുപതിൻ്റെ ആക്ടിങ് കൊള്ളായിരുന്നു. ബട്ട് വൺ ടൈം വാച്ച്. എനിക്ക് ഇത് തമിഴിലായതുകൊണ്ട് തമിഴിൽ ആ ഡയലോഗ്സ് പറഞ്ഞ്, സോ അതുകൊണ്ട് ഡബിങ്ങും തമിഴിലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് ഒരു ഇത് കിട്ടിയില്ല, മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇല്ല, അത്രയ്ക്കല്ല. അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് എൻ്റർടൈനിങ് ഫോർ വൺസ്, അത്രേ ഉള്ളൂ. ഒരു വെറൈറ്റി സ്റ്റോറിയാണ്, പുതുമയുള്ളൊരു ആഖ്യാനം തന്നെയാണ്. പക്ഷേ അത് എൻഗേജിങ് ആയിട്ട് നിൽക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മളിങ്ങനെ ഒരു കണക്ട് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഹാഫൊക്കെ കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് വന്ന് അങ്ങ് പോയി. പിന്നെ ക്ലൈമാക്സ് ഒന്നും എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പറ്റിയില്ല എന്നാണ് വേണമെങ്കിൽ എനിക്ക് കാണാനുള്ളത്. അല്ല, സംഭവം പുതിയൊരു സ്റ്റോറിയാണ്. അത് ഒരു ഡാർക്ക് ഹ്യൂമർ ലെവലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 80s കഥയാണ് നടക്കുന്നത്. അത് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻഗേജിങ് ആയിട്ട് കിട്ടുന്നില്ല. ഒരു ലാഗ് അടിക്കുന്നുണ്ട് പടം. ഇല്ല പടം എൻഗേജിങ് ആണ്, ത്രില്ലറാണ്, ത്രൂ ഔട്ട് എൻഗേജിങ് ആണ്. നല്ല പടം. പെർഫോമൻസ് വിജയ് എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. നല്ല പടം. ഇല്ല ഒരു ഇരുന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ല. നല്ല പടമാണ്. കൊള്ളായിരുന്നു. ഞാൻ ഇന്ന് 3 പടം കണ്ടു. മൊത്തത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം മേരി ക്രിസ്മസ്. റിയലിസ്റ്റിക് പടമാണ്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല മ്യൂസിക്, നല്ല ബാക്ക്ഗ്രൗണ്ട്. വിജയ് സേതുപതിയുടെ തിരിച്ചു വരവ് ഇതാണ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടങ്ങളല്ല. നല്ല ആക്ടിങ്, നല്ല സ്റ്റോറിയാണ്. പടം നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. വിജയ് സേതുപതിയും കത്രീന കൈഫൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ജോണർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണത്. ഇല്ല, നമുക്ക് എൻഗേജ്ഡ് ആയിട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല സിനിമയാണ്. ഈ അടുത്തിടെ കണ്ടതിൽ ഒരു ത്രില്ലർ, നല്ലൊരു ത്രില്ലറാണ്. അതിലെ BGMഉം വെറൈറ്റിയാണ്. അത് മേക്കിങ്, അത് കണ്ട് തന്നെ മനസ്സിലാക്കണമെന്നാണ്. പിന്നെ വിജയ് സേതുപതി, കത്രീന കൈഫ്, അവരുടെ ആ ഒരു കോംബോയും കൊള്ളാം. ആദ്യം മുതൽ അവസാനം വരെ നല്ല എൻഗേജിങ് ആയിരുന്നു സിനിമ. പടങ്ങളാണ് നല്ല പടം. പറയാനായിട്ട് അതിൻ്റെ അവസാനം വരെ പിടിച്ചിരുത്തിയ പടം. നല്ല എൻഗേജിങ് ആയിട്ടുണ്ട് പടം. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു, തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ആദ്യം മുതൽ അവസാനം വരെയും നല്ല രീതിക്കൊരു സ്ലോ പേസിൽ പോയിട്ട്, പക്ഷേ ആ സ്ലോ പേസ് നമുക്ക് തൃപ്തികരമാണ്, അടിപൊളിയായിട്ടിരുന്ന് കാണാം. പടം പറഞ്ഞു പോകുന്നത് ഒരു അവസാനം വരുന്ന ത്രില്ലിംഗ് ആണ്. അപ്പോൾ അത് ആദ്യം മുതലേ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞാൽ, തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വെറുത്താണ്, ടോട്ടലി വെറുത്താണ്. പ്രേക്ഷകരെടുത്ത് കാണുക തന്നെ പറയുള്ളൂ. അല്ലാതെ എല്ലാവരും ഇനി OTT കാത്തിരുന്ന ആ ഒരു ഇതാണ്.